കഥയുടെ ലോകത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താണ് വിശേഷങ്ങൾ? കഥ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും വേണം. ഇന്ന് കർക്കിടകം 1. കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? നാം പണ്ട് മുതലേ രാമായണ മാസമായിട്ടാണ് ആചരിക്കാറ്. എല്ലാ വീടുകളിലും രാമായണം വായിക്കും. അതുകൊണ്ട് ഇന്ന് രാമായണത്തിൽ നിന്ന് ഒരു കഥ പറഞ്ഞു തരാം. വാൽമീകിക്ക് എങ്ങനെ ആ പേര് ലഭിച്ചു എന്ന കഥ അതിനു മുന്നേ ഞാൻ ഒരിക്കൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് ദശരഥ മഹാരാജാവുമായി ബന്ധപ്പെട്ട ഒരു കഥ പറഞ്ഞു തരാം. ആരാ ദശരഥ മഹാരാജാവ്? അതെ, ശ്രീരാമൻ്റെ അച്ഛനാണ് ദശരഥ മഹാരാജാവ്. ഏതാണ് അദ്ദേഹത്തിൻ്റെ നാട്? അയോധ്യയിലെ രാജാവാണ് ദശരഥ മഹാരാജാവ്. ദശരഥ മഹാരാജാവ് യുവരാജാവായിരിക്കുന്ന കാലഘട്ടത്തിലെ ഒരു കഥയാണിത്. അദ്ദേഹത്തിന് ശബ്ദവേദി എന്ന് പറഞ്ഞൊരു വില്ല് പ്രയോഗിക്കുന്നതിൽ അസാമാന്യമായ മിടുക്കുണ്ടായിരുന്നു. നായാട്ടിൽ വലിയ കമ്പമുള്ള രാജാവ് ഒരു ദിവസം നായാട്ടിനായിട്ട് പോയി. പക്ഷെ അന്ന് കുറേയധികം നേരം കാട്ടിൽ നായാട്ട് നടത്തിയെങ്കിലും ഒറ്റ മൃഗത്തെയും അമ്പ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. സന്ധ്യയോടടുക്കാറായി കാട് മുഴുവനും ഇരുട്ട് പരക്കാൻ തുടങ്ങി. ആ സമയത്ത് ദൂരെ സരയൂ നദിയിൽ നിന്ന് ഒരു ശബ്ദം അദ്ദേഹം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ മഹാരാജാവിന് തോന്നി അത് ആന തൻ്റെ തുമ്പിക്കൈ കൊണ്ട് വെള്ളം കുടിക്കുന്ന ശബ്ദമാണ്. അദ്ദേഹം ലക്ഷ്യം വെച്ച് തൻ്റെ അമ്പ് എയ്തു. അമ്പ് ആനയ്ക്ക് കൊണ്ടു എന്ന് രാജാവ് വിചാരിച്ചു. എന്നാൽ തുടർന്നുള്ള ആനയുടെ ചിഹ്നം വിളിയോ ബഹളമോ ഒന്നും കേൾക്കാനില്ല. കുറേ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ദൂരെ അത് ആനയാണോ എന്താണെന്നൊന്നും രാജാവിന് മനസ്സിലാകുന്നില്ല. രാജാവ് ഓടി ഈ സരയൂ നദിയിലെ അടുത്തു വന്നു. നോക്കുമ്പോൾ അമ്പ് കൊണ്ടിരിക്കുന്നത് ഒരു മുനികുമാരനായിരുന്നു. ഈ മുനികുമാരൻ തൻ്റെ കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദമാണ് രാജാവ് കേട്ടത്. ശ്രവണകുമാരൻ എന്നാണ് ആ മുനികുമാരൻ്റെ പേര്. രാജാവിന് വിഷമമായി. രാജാവ് ഓടിച്ചെന്നു ഈ മുനികുമാരനെ എടുത്തു. അപ്പോൾ മുനികുമാരൻ അമ്പ് ചെയ്ത് ഏകദേശം മരണത്തോട് അടുക്കാറായിട്ടുണ്ട്. രാജാവ് ഓടിച്ചെന്നിട്ട് തനിക്ക് പറ്റിയ അപരാധം ഏറ്റുപറഞ്ഞു. താൻ ആനയാണെന്ന് വിചാരിച്ചിട്ടാണ് അമ്പ് ചെയ്തത്. മുനികുമാരൻ പറഞ്ഞു, ഞാൻ അന്ധരായ എൻ്റെ മാതാപിതാക്കൾക്ക് വെള്ളമെടുക്കാൻ വേണ്ടി വന്നതാണ്. താങ്കൾ എന്തായാലും ഉണ്ടായ കാര്യം ആശ്രമത്തിൽ ചെന്നിട്ട് എൻ്റെ മാതാപിതാക്കളോട് പറയണം. ഇതും പറഞ്ഞ് ശ്രവണകുമാരൻ മരിച്ചു. രാജാവിന് വലിയ ദുഃഖമായി. അറിയാതെ ചെയ്തൊരു അപരാധമാണ്. പക്ഷേ ഈ അപരാധത്തിന് ഒരു പൊറുതി തരാൻ ഇനി ഈ കുട്ടിയുടെ അച്ഛനമ്മമാർ മാത്രമേ ഉള്ളൂ. രാജാവ് വേഗത്തിൽ തന്നെ ആശ്രമത്തിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അന്ധരായ അച്ഛനും അമ്മയാണ്. എന്താ അന്ധർ എന്ന് പറഞ്ഞാൽ? 2 പേർക്കും കണ്ണ് കാണില്ല. അവരുടെ സഹായിയാണ് സ്വന്തം മകനായ ഈ ശ്രവണകുമാരൻ. രാജാവിൻ്റെ കാൽപ്പെരുമാറ്റം കേട്ടപ്പോൾ അവർ പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ ഇത്രയധികം താമസിച്ചത്? എത്ര നേരമായി നീ വെള്ളം എടുക്കാൻ പോയിട്ട്? നീ വരാതെ ഞങ്ങൾ വിഷമിച്ചു. അപ്പോൾ രാജാവ് കൈകൊണ്ട് തൊഴുതുകൊണ്ട് അവരോട് ഉണ്ടായ അപരാധമെല്ലാം ഏറ്റുപറഞ്ഞു.
അച്ഛനും അമ്മയ്ക്കും വലിയ ദുഃഖമായി. അവരുടെ വാർദ്ധക്യത്തിൽ അവരെ സഹായിക്കാനുള്ള അവരുടെ പൊന്നു മകനാണ് മരിച്ചു പോയിരിക്കുന്നത്. അവർ പറഞ്ഞു, ഞങ്ങളെ മുനികുമാരൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. അങ്ങനെ രാജാവ് അവർ രണ്ടുപേരെയും മുനികുമാരൻ മരിച്ചു കിടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അവർ ഈ മുനികുമാരനെ ദഹിപ്പിക്കാനായിട്ടുള്ള തീ കൂട്ടാൻ പറഞ്ഞു രാജാവിൻ്റെ അടുത്ത്. രാജാവ് മുനികുമാരനെ ദഹിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു, തീ കൊടുത്തു. പെട്ടെന്ന് ഈ അച്ഛനും അമ്മയും ആ അഗ്നിയിലേക്ക് ചാടി. ഇനി ഞങ്ങളുടെ മകൻ ജീവിച്ചിരിക്കാത്ത ഞങ്ങൾക്കും ജീവിച്ചിരിക്കേണ്ട എന്നും പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, അന്ധരായ ഞങ്ങളുടെ ഏക ആശ്രയമായ ഈ ഞങ്ങളുടെ പൊന്നോമനയെ കൊന്ന നിനക്കും ഇതൊരു ശാപമായിട്ടിരിക്കട്ടെ. പുത്രദുഃഖത്താൽ തന്നെ നീയും മരിക്കും. ഇങ്ങനെ ശപിച്ചുകൊണ്ടാണ് അവരെ ആ അഗ്നിയിൽ ഇല്ലാതായത്. രാജാവിൻ്റെ മനസ്സിന് ഒത്തിരി വേദനയായി. അറിയാതെയാണെങ്കിലും ഒരു കുട്ടിയെ വധിക്കേണ്ടി വന്നു. അവരുടെ കയ്യിൽ നിന്നൊരു വലിയ ശാപവും ലഭിച്ചു. രാമായണ കഥ മുന്നോട്ട് പോകുമ്പോൾ ഈ ശാപത്തിന് വലിയ പ്രസക്തിയുണ്ട്. ആ കഥയൊക്കെ മറ്റൊരവസരത്തിൽ പറഞ്ഞു തരാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.